തിരുവനന്തപുരത്ത് നടക്കുന്ന 67ാമത് സ്കൂൾ കായികോത്സവം അതിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുമ്പോൾ പ്രതീക്ഷയുടെയും പോരാട്ട വീര്യത്തിന്റെയും വേറിട്ട കാഴ്ചകളാണ് തലസ്ഥാന നഗരിയിൽ തെളിയുന്നത്. പരിമിതികളെയും പ്രകൃതിയുടെ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് ഓരോ വിദ്യാർത്ഥിയും ട്രാക്കിലും ഫീൽഡിലും പൂളിലും തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചത്. കഴിവുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷത്തെ കായികമേള വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും ചേർന്ന് സംഘടിപ്പിച്ചത്. ആവേശകരമായ മത്സരങ്ങൾ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഏത് ജില്ല സ്വർണ്ണക്കപ്പിനുടമയാകും എന്ന ആകാംക്ഷയിലാണ് കായിക ലോകം. നമ്മളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമാണ് ഈ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ 2 പെർഫെക്റ്റ് വെന്യൂസ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്മുടെ കുട്ടികൾക്ക് വലിയൊരു ചാൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പോലെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നമുക്ക് സ്കൂൾ ഒളിമ്പിക്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയത് കുട്ടികൾക്കൊക്കെ വളരെ ഒരു ആവേശമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വെന്യൂ മാറിയതാണ്. നമുക്ക് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് മെഡിക്കൽ കോളേജിൽ ഗേൾസ് കാറ്റഗറി മത്സരവും അതുപോലെ തന്നെ സെൻറ്റ് സേവിയേഴ്സ് തുമ്പ കോളേജിൽ ബോയ്സിൻ്റെ എല്ലാ കാറ്റഗറി മത്സരമായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ മഴയുടെ ആദ്യത്തെ 2 ദിവസം മഴയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇടപെടുകയും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേഡിയം നമുക്ക് കിട്ടുന്ന രീതിയിൽ റെഡിയാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പെൺകുട്ടികളും ക്രിക്കറ്റ് രംഗത്തിന്റെ കളത്തിൽ തങ്ങളുടെ കാലടിപ്പാടുകൾ പതിപ്പിച്ചു കഴിഞ്ഞു. ലെഫ്റ്റ് ഹാൻഡർ ബൗളറായ മിന്നുമണി തന്റെ കഴിവുകൾ കൊണ്ട് ഇന്ത്യൻ ടീമിൽ തന്നെ കടന്നു കയറി. ICC വിമൻസ് ഇന്റർനാഷണലിൽ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച ആശാ ശോഭന, ഓൾറൗണ്ടർ സജന സജീവൻ എന്നിവരൊക്കെ കേരള വിമൻ ക്രിക്കറ്റിലെ താരങ്ങളായി ഉയർന്നു വന്നവരാണ്. ഈ വർഷത്തെ സ്കൂൾ കായികമേളകളിൽ ലേഡി ക്രിക്കറ്റേഴ്സ് ഗെയിമുകളിൽ ഇവർക്കൊക്കെയുള്ള പിൻഗാമികൾ ഇവിടെ വളർന്നു വരുന്നുണ്ടെന്ന ശക്തമായ സൂചന നൽകുന്ന ഒന്നായിരുന്നു. എല്ലാവരും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവർക്കും ഇത്. കാരണം പോയിന്റിന് വേണ്ടിയാണ് കളിക്കുന്നതെങ്കിലും മാക്സിമം എല്ലാവരും നല്ല സപ്പോർട്ടിട്ട് എല്ലാവരും ചെയ്യാറുണ്ട്. അതിനുവേണ്ടി എല്ലാവരും നല്ല എഫേർട്ട് ഇടാറുണ്ട്. ഞാൻ കോച്ചിങ് തുടങ്ങിയിട്ട് ഒരു 7 വർഷമായി. 7 വർഷമായിട്ട് കളിക്കുന്നുണ്ട്. BCCക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. കറണ്ട് പ്ലെയറാണ്. +1 പഠിക്കുന്നത്. ഞാൻ കോട്ടയത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഞാൻ 4 വർഷമായി കളി തുടങ്ങിയിട്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സ്കൂൾസ് കളിച്ചിരുന്ന് ഞങ്ങൾ 3rd ആയിരുന്നു.
കബഡിയും വടംവലിയും ഗ്രാമീണ ജനതയുടെ ആവേശമാണ് അന്നും ഇന്നും. കായിക ശക്തിയും വേഗതയും തന്ത്രങ്ങളും ഒത്തുചേർന്നാൽ മാത്രം വിജയത്തിലെത്താൻ കഴിയുന്ന ഈ രണ്ട് ഗെയിമുകളുടെയും മത്സരങ്ങൾ ഇന്ന് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അരങ്ങ് തകർത്തു. കാഴ്ചക്കാരിലും ആവേശം പകരുന്ന ഒന്നായിരുന്നു വടംവലി മത്സരം. ഇവിടെ 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ് നമുക്കിവിടെ കായികമേള നടക്കുന്നത്. ഇവിടെ മൊത്തം 12 സ്ഥലങ്ങളിലായിട്ടാണ് വേദിയിലായിട്ട് നമ്മൾ 15 സ്റ്റേഷനുകളിൽ നിന്ന് ഒരുപാട് വോളണ്ടിയേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മെഡിക്കൽ ടീമിനെ സഹായിക്കുക, പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ഡ്യൂട്ടി ചെയ്യുക, ഇങ്ങനെ ഉള്ള ഡ്യൂട്ടികളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ഇഞ്ചുറീസ് വരുന്നുണ്ട്. ഇപ്പം കുട്ടികൾക്ക് ഇടയിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് കാര്യങ്ങൾ വരുന്ന ടൈമിൽ നമ്മൾ പെട്ടെന്ന് തന്നെ സ്ട്രെച്ചർ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. നമ്മളിൽ നിന്ന് ഓരോ ആൾക്കാർ ഓടിച്ചെന്ന് ആ കുട്ടികളെ സ്ട്രെച്ചറിലായിട്ടാക്കി നേരെ മെഡിക്കൽ ടീമിൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ടഗ് ഓഫ് വാർ കോമ്പറ്റീഷനിലെ ചാമ്പ്യൻസ് ആണ്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് അതിൻ്റെ ഫലമാണ് ഇവിടെ കണ്ടത്. നമ്മൾ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികളാണ്. പ്രാപ്പോയിൽ, മണിക്കടവ്, കുന്നോത്ത്, എടൂർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ കോച്ച് ശ്രീരാജേട്ടൻ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞങ്ങളുടെ കൂടെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഒരുമിച്ച് നിന്ന് ആക്കിയ ആളാണ്. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് വടംവലി ഗേൾസ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരാണ്. അപ്പോൾ ഈ വർഷവും ആ ഒരു നേട്ടം ആവർത്തിക്കാൻ സാധിച്ചു. വർഷങ്ങളായിട്ട് 13 വയസ്സ് താഴെ തൊട്ടേ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് ഇവരെല്ലാവരും. അപ്പം നിരവധി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുകളിലും നാഷണൽ ചാമ്പ്യൻഷിപ്പുകളും വിജയികളായവരാണ്. എന്നാലും തുടർച്ചയായി 4 വർഷം സ്റ്റേറ്റ് സ്കൂൾ കിരീടം കണ്ണൂരേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് കായികമേളയിൽ കരാട്ടയുടെ പ്രചരണം, കരാട്ടയുടെ മത്സരം വളരെ ആവേശഭരിതമായി 2 ദിവസങ്ങളിലായിട്ട് നടന്നു. ഇതിൽ നിന്നുള്ള വിജയികളാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന മത്സരങ്ങളിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും വരുന്ന ഒളിമ്പിക്സ് 2036 മിക്കവാറും ഇന്ത്യ അത് ഹോസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷയിലാണ് കായിക പ്രേമികളെല്ലാവരും തന്നെ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് ഈ പെർഫോമൻസ് കാഴ്ചവെച്ച കുട്ടികൾ ദേശീയ തലത്തിൽ ആ പെർഫോമൻസ് നിലനിർത്തിക്കൊണ്ട് വരുന്ന ഒളിമ്പിക്സിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ട് ഈ കായിക മേളയിൽ നടക്കുന്ന കരാട്ടെ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഇതുപോലുള്ള സർക്കാരിൻ്റെ ഇടപെടലുകളും കോർഡിനേഷനുകളെല്ലാം വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. 8 നാൾ അനന്തപുരി സാക്ഷ്യം വഹിച്ച കായിക കേരളത്തിൻ്റെ കൗമാര കുതിപ്പിന് ഒക്ടോബർ 28-ന് പരിസമാപ്തി. സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗമായി ഉള്ള കരാട്ടെ മത്സരങ്ങൾ ഇവിടെ നടന്നു വരുവാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ റവന്യൂ ജില്ലാ മത്സരങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അത്ലറ്റുകളുടെ കരാട്ടെ താരങ്ങളുടെ മത്സരമാണ് ഇവിടെ നടക്കുന്നത്.
ഇതിൽ വനിതാ വിഭാഗത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 11 കാറ്റഗറിയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 13 കാറ്റഗറിയിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും സ്കൂൾ തലത്തിലുള്ള മികച്ച കായിക താരങ്ങളുടെ പ്രകടനമാണ് ഇന്നലെയും ഇന്നുമായിട്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 1ാം സ്ഥാനം ലഭിക്കുന്ന കുട്ടികൾ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ തലത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള യോഗ്യത നേടും. കേരളത്തിൽ ഏറ്റവും പ്രചാരം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സ്പോർട്സായി മാറിയിരിക്കുകയാണ് കരാട്ടെ. സ്കൂൾ തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തുള്ള എല്ലാ സ്കൂളുകളിലും കരാട്ടെ ഒരു പാഠ്യേതര വിഷയമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ്, അത്ലറ്റുകൾ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമായി മാറിയിരിക്കുകയാണ് കരാട്ടെ. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെയും കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെയും അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക സംഘടനയാണ് കേരള കരാട്ടെ അസോസിയേഷൻ. ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത് കേരള കരാട്ടെ അസോസിയേഷനാണ്. സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരവും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അതിൻ്റെ പേരിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും കൂടുതൽ കുട്ടികളെ ഈ രംഗത്തേക്കും കേരള കരാട്ടെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും ഉള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഒത്തിരി ഇഞ്ചുറീസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബേസിക്കലി സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഷോർട്ട് ടൈമിൽ തിരിച്ച് റിട്ടേൺ ടു സ്പോർട്സിൽ വിടുക എന്നുള്ളതാണ് നമ്മുടെ എയിം. സോ അത് ആ ഡ്യൂട്ടി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. സോ സ്പോർട്സ് ടൈപ്പിംഗ്, അതുപോലെ തന്നെ മയോഫേഷ്യൽ റിലീസ്, MET പോലുള്ള ടെക്നിക്, അതുപോലെ ഐസോമെട്രിക്കിലുള്ള റിലാക്സിങ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഷോർട്ടർ ടൈമിൽ തന്നെ പേഷ്യൻറ്റിനെ റിട്ടേൺ ടു പ്ലേയിലേക്ക് അയക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ റൊട്ടേറ്റർ കഫ് ഇഞ്ചറി, ACL ഇഞ്ചറീസ്, അതുപോലെ നീ ഇഞ്ചറീസ്, ബോഡിയിൽ ഓൾ റിലേറ്റഡ് ആയിട്ടുള്ള ജോയിൻറ്റ് ബേസിക് മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഇഞ്ചറീസ്, സ്ട്രെയിൻ, മസിൽ സ്പ്രെയിൻ, ക്രാംസ് ഒക്കെ സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മുടെ ടീം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരള ചാപ്റ്റർ IAPയുടെ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രം, കൊല്ലം എല്ലാ ബ്രാഞ്ചിലുള്ള ടീംസൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടെ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ബാനറിൽ ഞങ്ങൾ കേരള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് വെന്യൂസിലാണ്. സെൻട്രൽ സ്റ്റേഡിയം, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, അതുപോലെ സ്പോർട്സ് ഡയറക്ടർ, ഡിഫറെൻറ്റ് വെന്യൂസിൽ എല്ലാവരും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മെയിനായിട്ടും തൈക്കൊണ്ടോ, കരാട്ടെ, യോഗ, ഖോഖോ, ഫെൻസിങ് ഇത്രയും ഇവൻറ്റ്സാണ് നടന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് ഇഞ്ചുറീസ് വരുന്നുണ്ട്, ഷോൾഡർ ഇഞ്ചുറീസ്, ഹിപ്പ്, നീ, ഒരുപാട് ഇഞ്ചുറീസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് സ്പോർട്സ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് സെക്കൻഡായി പോയായിരുന്നു. പക്ഷേ ഈ വർഷം എനിക്ക് നല്ലൊരു കളിച്ച് ഫസ്റ്റ് കിട്ടാൻ പറ്റിയായിരുന്നു. സോ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് ടൈം നാഷണൽസ് കയറുന്നത്. സോ കോച്ചിനെ ഞാൻ നല്ല
ബിഗ് താങ്ക്സ് പറയുന്നുണ്ട്. ദേവിക 4-5 വർഷമായി അസോസിയേഷൻ മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ തുടർച്ചയായി ഗോൾഡ് മെഡൽ നേടുന്ന ഒരു കുട്ടിയാണ്. കഴിഞ്ഞ വർഷം സ്കൂൾ തലത്തിൽ സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഈ പ്രാവശ്യം അവൾക്ക് 1ാം സ്ഥാനം നേടാൻ കഴിയാൻ അധികം സന്തോഷമുണ്ട്. ആദ്യത്തെ നാഷണൽ കളിക്കാൻ സാധിച്ചതിലും വളരെ അഭിമാനമുണ്ട്. ഇത്തവണത്തെ ഖോ മത്സരങ്ങളിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾ വളരെ ഗൗരവത്തോടെയും ചാതുര്യത്തോടെയുമാണ് പങ്കെടുത്തത്. ഹോമിയോപ്പതി വകുപ്പിൻ്റെ കീഴിലായിട്ട് ഈ സ്പോർട്സ് മേളയ്ക്ക് നടത്തുന്ന ക്യാമ്പാണ് ഇവിടെ നടത്തുന്നത്. ഞങ്ങൾ 21-ാം തീയതി മുതൽ ക്യാമ്പ് നടത്തുകയാണ്. ശരിക്കും നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പെയിൻസ് ആയിട്ട് വരുന്ന മസിൽ പെയിൻസ്, ജോയിൻറ്റ് പെയിൻസ്, അതുപോലെ ഇഞ്ചുറീസ് ആയിട്ട് വരുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റത്തിൽ അവരുടെ പെയിൻ ഇഞ്ചുറി, മസിൽ ഇഞ്ചുറി ആണോ ലിഗമെൻ്റ് ആണോ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ സ്വെല്ലിംഗ് ഉണ്ടോ വേദനയാണോ കൂടുതൽ, അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് ആയിട്ട് കേസ് നോക്കിയിട്ടാണ് ഞങ്ങൾ മെഡിസിൻ കൊടുക്കുന്നത്. ശരിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പെയിൻ റിലീഫേഴ്സിനായിട്ടുള്ള ഓയിൻമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം മെഡിസിനും കൊടുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് എടുത്ത് കഴിക്കാനുള്ള മെഡിസിൻസാണ് കൊടുക്കുന്നത്. പിന്നെ സ്പെഷ്യലായിട്ട് അവർക്ക് ആക്സസറി മാനേജ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പിയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതിലോട്ട് റെഫർ ചെയ്ത് വിടുന്നുണ്ട് കേസസ്. ശരിക്കും അല്ലാതെ തന്നെ ഇപ്പോൾ ഈ സ്പോർട്സ് റിലേറ്റഡ് അല്ലാതെ ഇപ്പോൾ റെയിൻ കൊണ്ട് അവർക്ക് അതുപോലെ ഡയറ്റ് കൊണ്ടുണ്ടാകുന്ന ഇറഗുലാരിറ്റീസ് വരുന്ന കേസസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് അബ്ഡോമിനൽ കംപ്ലയിൻസ് ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഡയറ്റ് മാറി അവരുടെ ടൈം ഷെഡ്യൂൾഡൊക്കെ മാറിയപ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന അതുപോലെ തന്നെ വലിയ ഇതിൻ്റെ ഒഫീഷ്യൽസിനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് പിന്നെ വരുന്നത് പനി, ജലദോഷമുള്ള ഈ കാലാവസ്ഥയിലുള്ള മാറ്റം, അതുപോലെ ഈ ചൂടിൻ്റെ കൊണ്ട് വിയർപ്പ് താന്നിട്ട് വരുന്ന അങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള മെഡിസിൻസ് അതും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉറക്കം കുറഞ്ഞിട്ട് പലർക്കും പല ബുദ്ധിമുട്ടുകളും വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്ന് തലവേദനയായിട്ടും അതുപോലെ നോസിയ, വോമിറ്റിംഗ് പോലെയൊക്കെ. അപ്പോൾ അതിനും നമ്മളുടെ മെഡിസിൻസ് നല്ലവണ്ണം ഹോമിയോപ്പതിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. പ്രതീക്ഷയുടെ നാമ്പുകൾ നിരവധി വിടർത്തിക്കൊണ്ടാണ് 67ാമത് സ്കൂൾ കായികമേള സമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് നല്ല ഭാവി ഉണ്ട്. നമുക്കറിയാം 37 വർഷം 38 വർഷം പ്രായമുള്ള റെക്കോർഡുകളൊക്കെ ഭേദിക്കാൻ കഴിയുന്ന ഏറ്റവും ദരിദ്രമായ കുടുംബത്തിൽ നിന്ന് വന്നവർക്ക് പോലും സാധിക്കുന്ന ഒരു പുതിയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കണം. ഇതിപ്പോൾ ഒരു മിനി ഒളിമ്പിക്സാണ്. ഒരു ഒളിമ്പിക്സിലേക്ക് തന്നെ കുട്ടികളെ പരിശീലിപ്പിച്ച് പ്രാപ്തമാക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ കായിക മേഖലയെ ശക്തിപ്പെടുത്താൻ കഴിയണം എന്നാണ് ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.